കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വ തീരുമാനം നീട്ടിക്കൊണ്ടു പോകരുതെന്ന് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി. സീറ്റില്ലെങ്കിൽ അത് സുധാകരനെ അറിയിക്കണം. കണ്ണൂരിൽ അനാവശ്യ വിവാദത്തിന് സാഹചര്യം ഒരുക്കരുത് എന്നും DCC വിമർശിക്കുന്നു. ദേശീയ നേതൃത്വം DCCയെ എങ്കിലും നിലപാട് അറിയിക്കണമെന്നാണ് പൊതുവികാരം. നിഖിൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേർന്നുണ്ട്. നിഖിലെ, ഇപ്പം DCC പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ഈ കെ സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു തീരുമാനം ആയിട്ടില്ല. അത് ഹൈക്കമാൻഡും പറയുന്നില്ല. സുധാകരൻ സ്വന്തമായിട്ടൊരു തീരുമാനവും എടുക്കുന്നില്ല. ഇപ്പോൾ 11 മണിക്ക് സുധാകരൻ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുധാകരൻ എന്തെങ്കിലും പറഞ്ഞാലായി. ഇപ്പൊ DCCയുടെ നിലപാട് എങ്ങനെയാണ്? ഏതായാലും കണ്ണൂർ DCCയിൽ ഇത് സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ഒരു പൊതുവികാരം ഈ സ്ഥാനാർത്ഥിത്വം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാണ്. പക്ഷേ ഇങ്ങനെ അനിശ്ചിതത്വം സൃഷ്ടിച്ച് വിവാദങ്ങൾക്കുള്ള സാഹചര്യമൊരുക്കി ഈ സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നൊരു പൊതുവികാരം കണ്ണൂർ DCCയിൽ വളരെ ശക്തമായി ഉയരുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നില്ല എന്ന കാര്യം കെ സുധാകരനെ അറിയിക്കുക എന്ന കാര്യമെങ്കിലും ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ CPIM-നോട് ഡയറക്റ്റ് ഒരു പോരാട്ടത്തിനൊരുങ്ങി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ അനാവശ്യമായി ഒരു വിവാദത്തിലേക്കാണ് പോകുന്നത്. ഒരു അനിശ്ചിതത്വ സ്വഭാവം രൂപപ്പെടുന്നത് പാർട്ടി അണികളിൽ ഉൾപ്പെടെ അതൊരു ആശങ്കയായി മാറും. അത് വലിയ പ്രശ്നമായി മാറും. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോകാം എന്നൊരു പൊതുവികാരമാണ് DCCക്കുള്ളത്. DCC ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം ഇത്തരത്തിൽ കെ സുധാകരൻ സീറ്റ് നൽകുകയാണ് അല്ലെങ്കിൽ നൽകുന്നില്ല, ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുക. ഒപ്പം തന്നെ എന്താണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്നത് DCCയെ എങ്കിലും അറിയിച്ചാൽ മറ്റു കാര്യങ്ങളുമായി DCCക്കെങ്കിലും മുന്നോട്ട് പോകാനാവും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിന്റെ പ്രചാരണ പരിപാടികളിലേക്കും ഒക്കെ കടക്കേണ്ടതുണ്ട്. ഈ അനിശ്ചിതത്വം ഇങ്ങനെ തുടരുമ്പോൾ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താനാവാത്ത സാഹചര്യമാണ് പ്രത്യേകിച്ച് കണ്ണൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിൽക്കുന്നത്. അങ്ങനെ അനിശ്ചിതത്വം ഉണ്ടാകുന്നത് തിരിച്ചടിയാകും എന്നത് തന്നെയാണ് DCCയിൽ ഉയരുന്ന ഒരു വികാരം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യം. അദ്ദേഹം മത്സരിക്കുമെന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി അതിനെ മറികടന്ന് അദ്ദേഹം മത്സരിക്കേണ്ടതില്ല, മറ്റൊരു സ്ഥാനാർത്ഥിയാണ് എന്നതാണ് ദേശീയ നേതൃത്വം എടുക്കാൻ പോകുന്ന തീരുമാനമെങ്കിൽ അത് പറയുക എന്ന കാര്യത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ടൊന്ന് വരുന്നത് ഈ സുധാകരൻ ഈ യോഗം വിളിക്കാൻ പോകുന്നു, ഒരു രഹസ്യ യോഗം ചേരാൻ പോകുന്നു എന്നൊക്കെ കൂടെ വാർത്തകളുണ്ടല്ലോ. തീർച്ചയായും ആ നിലയ്ക്ക് കെ സുധാകരൻ ഒരു നീക്കം നടത്തുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ AICC ഇന്ന് ഒരു ദിവസം എന്ത് നിലപാടെടുക്കുന്നു എന്നതുകൂടി കാത്തിരിക്കാം എന്നതാണ് കെ സുധാകരൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട്. അങ്ങനെ AICC ഒരു തരത്തിലുള്ള അനുനയ നീക്കത്തിനും കെ സുധാകരനെ ബന്ധപ്പെടുന്നില്ല എങ്കിൽ അടുത്ത ദിവസം തന്നെ അനുകൂലിക്കുന്ന നേതാക്കളുടെ ഉൾപ്പെടെ ഒരു യോഗം വിളിച്ചു ചേർക്കാനുള്ള നീക്കം കെ സുധാകരൻ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയുള്ള കാര്യങ്ങളുമായി കെ സുധാകരൻ മുന്നോട്ട് പോകുമ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ സുധാകരനൊപ്പം ആരൊക്കെ ഉണ്ടാകും, ഏതൊക്കെ നേതാക്കൾ ഉണ്ടാകും, പ്രവർത്തകർ എത്രത്തോളം അദ്ദേഹത്തോടൊപ്പം നിൽക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടതാണ്. കാരണം ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഏതായാലും കണ്ണൂരിൽ 2 തട്ടിലേക്കായി മാറിയിട്ടുണ്ട്. സുധാകരൻ മത്സരിക്കണമെന്ന ആവശ്യമുള്ളവരുമുണ്ട്. ഒപ്പം തന്നെ ഇത്രയും വിവാദങ്ങളൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം.